ആരാടാ ജവഹറ? ഉണന്നു. സ്വാതന്ത്ര്യം മുണ്ടുകൊടുത്ത് ജുബ്ബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് നമ്മുടെ എല്ലാ രോമാഞ്ചമായ സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. നിന്റെ നാടകം കണ്ട് കൂവിയാ നീ ആളുകളെ തല്ലു. ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ, നീ തല്ലു? എന്നാൽ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ. നാട്ടുകാരെ എത്രമാത്രം വെറുപ്പിച്ച് എന്താ? ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷ് ഏട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പിന്നെ അപ്പുറത്തെ കടവില് വഴുക്കലുണ്ട്, അമ്മാവനോടൊന്ന് പറഞ്ഞോളോ. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അറിയില്ല, അറിയിക്കില്ല. ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസീനൊക്കെ ആയാലും മമ്മു വെസ്റ്റാ. അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പുറം വേറൊരുത്തനും കൂടെ ഉണ്ട്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണം. നമ്മുടെ അതേ വൈബിളുള്ള ഒരാള്. ഇത് ലാലു എന്റെ കൂട്ടുകാരനാ. ഞാൻ അവനോട് പറയടാ, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും ബാത്റൂം. നീ വെറും കക്കൂസല്ല, പാവപ്പെട്ടവരായ ഞങ്ങളുടെ വീടിന്റെ ഒരു ഭാഗമാണ്. ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ, അപ്പൊ പുറത്തുനിന്ന് പോയി. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളടുത്ത് എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ല ഒരൊറ്റ പൊട്ടിക്കല്. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്ക് ഒരു പരാതി ഇല്ല, ഒരു ഇതുമില്ല. സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു ഇന്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീനെത്തി നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. ഞാനെല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരന കേട്ടോ. ഞാൻ സംസാരിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ജമീല ആസിഫിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ ക്രൈം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂവർ അതിന് സ്പൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ക്യൂരിയോസിറ്റി, കാണാനുള്ളൊരു ത്വര, കുറച്ചെങ്കിലും നമുക്ക് ബോധം വേണ്ടേ? ഇതിന്റെ ഒട്ടും സെൻസ് ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ അസോൾട്ടും മോളസ്റ്റേഷനും ഒക്കെ ചെയ്ത ആൾക്കാരോട് നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യല്ലോ. നമുക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നാണ് നോക്കാറ്. ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധമില്ലേ? ഓക്കെ, അതൊക്കെ പോയി പറഞ്ഞു പോയി, അത് കട്ട് ചെയ്ത് ഒഴിവാക്കാന്നല്ലാതെ സ്നിപ്പറ്റായിട്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൾവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവന് ശരിക്കും നമ്മള് തന്തയില്ല ഇങ്ങനെ ശരിക്കും ഇവന് ഉപ്പില്ല. ഇപ്പാണ് അതിനൊരു അർത്ഥം വന്നല്ലേ തന്തയില്ലാത്തവെന്ന് വിളിക്കുന്നതിന്.